നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം നമ്മുടെ ജയറാമിനെ SIT ചോദ്യം ചെയ്ത് സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ പറയാം, ഒരു കഥ ഞാൻ പറയാം. എൻ്റെ അമ്മ ഒക്കെ കുറേ എല്ലാ ബാധ്യതകളൊക്കെ ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പം ഒരു ദിവസം ഞാനിവിടെ വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് പറയുകയാണ്, ഞങ്ങൾ 41 ദിവസം കുളിച്ചു വിടുന്നുണ്ടായിരുന്നു. ഈ വൃശ്ചികത്തിന് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ചിലർ വീട്ടിൽ എന്നും ദിവസവും രാവിലെ കുളിച്ചു വിടാൻ പോകും. അപ്പോൾ ഇവരൊരു ബറ്റാലിയൻ ആൾക്കാരാണ് പോകുന്നത് അവിടുന്ന്. അപ്പം കുളത്തൂരമ്പലത്തിലാണ്. അപ്പം എല്ലാ ദിവസവും കുടിച്ചു വീഴുക. അപ്പം 41-ൻ്റെ അന്ന് ഇവരുടെ ഒരു നേതാവുണ്ട്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു 41-ൻ്റെ അന്ന് 41 വലത്തിട്ടാൽ ഭയങ്കര പുണ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അത്യാവശ്യം പ്രായമുള്ളവരൊക്കെയാണ്, മുട്ടിന് വേനയൊക്കെ ഉള്ളവരാണെന്ന് കൂട്ടിക്കുക. അപ്പോൾ ചിലരൊക്കെ 3 നിർത്തി, ചിലരൊക്കെ 2 നിർത്തി, ചിലരൊക്കെ 5 നിർത്തി, ചിലരൊക്കെ 7 നിർത്തി. അമ്മച്ചി പറഞ്ഞു ഞാൻ നിർത്തിയില്ല, കാരണം പിടിച്ചു നിൽക്കണമല്ലോ. അപ്പം ഇവർ അമ്പലത്തിനകത്ത് നമ്മൾ പ്രദക്ഷിണം വെക്കുന്ന വഴി പ്രദക്ഷിണമല്ല വെച്ചത്, ശ്രീകോവിലിന് ചുറ്റുമല്ല, അതിൻ്റെ വെളിയിലത്തെ ചുറ്റമ്പലത്തിന് ചുറ്റുമാണ് വെളുത്ത് വെക്കുന്നത്. അപ്പോൾ ഒരു 7 വലതൊക്കെ ആയപ്പോൾ അകത്തും തിരുമേനി വന്നിട്ട് ഇവരോട് ചോദിച്ചു, ഇതെന്താ നിങ്ങൾ കുറേ നേരം ആയാലും വലത്ത് വെക്കുന്നത്, എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പം ഈ നേതാവ് തിരുമേനിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അതായത് 41-ൻ്റെ അന്ന് 41 വലത്ത് വെച്ച ഭയങ്കര പുണ്യമാണെന്ന്. അപ്പോൾ തിരുമേനി അവരോട് അപ്പം തന്നെ എടുത്ത വായി പറഞ്ഞു, മതിലിന് വെളിയിൽ കൂടെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം കൊമേഡിയനായ തിരുമേനിമാരും ഉണ്ടല്ലോ ഈ നാട്ടിൽ എന്ന് ഞാനിപ്പോൾ പെട്ടെന്ന് ആലോചിച്ചു കേട്ടോ. അപ്പോൾ അത് കേട്ട് ഞങ്ങൾ ഒരുപാട് ചിരിച്ചു വന്ന്. അപ്പം ഇങ്ങനെയാണ് ചിലരുടെ കാര്യം, അന്ധമായിട്ട് പലതിലും വിശ്വസിച്ച് പോകും നമ്മൾ. അത് ഇപ്പോൾ ഒരു പ്രണയബന്ധമാണെങ്കിലും അത് അന്ധമായിട്ട് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് അത് ഈ പറഞ്ഞ പോലെ അത് ബ്രേക്കപ്പൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാതെ വരുന്നു, മാനസിക പ്രശ്നങ്ങളിലേക്കും അല്ലെങ്കിൽ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട 16 വയസ്സുള്ള പെൺകുട്ടി ഒരു കൊറിയൻ ഫ്രണ്ട് മരിച്ചതിൻ്റെ പേരിലാണ് ആത്മഹത്യ എന്ന് പറയപ്പെടുന്നു. അങ്ങനെ പറയപ്പെടുന്നു, ശരിയാണെന്ന് അറിയില്ല. ഇനി അങ്ങനെ ഒരാൾ കൂടി ഉണ്ടോ എന്ന് സംശയമാണ്. അങ്ങനെ പറഞ്ഞു വരുന്നത് ഇപ്പോൾ അങ്ങനെ ഒരാൾ പോലും ആ കുട്ടിയെ ആരെങ്കിലും കബളിപ്പിച്ചതായിരിക്കും, വില കൂടിയ വാച്ചുകളൊക്കെ ഗിഫ്റ്റ് വന്നിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഒരു കൊറിയൻ ഒരു യുവാവ് അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് നമുക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അപ്പം ഇങ്ങനെയുള്ള ചില അന്ധമായ വിശ്വാസങ്ങൾ, ഒരു അന്ധമായ വിശ്വാസങ്ങളൊന്നും, ഞാൻ അത്യാവശ്യം അമ്പലത്തിൽ പോകാറുള്ള ആളാണ്. അമ്പലത്തിൽ പോകും, അത്യാവശ്യം ചെറിയ വഴിപാടുകളൊക്കെ കഴിക്കും. അതാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. കാരണം എൻ്റെ അച്ഛനോട് പണ്ട് ഈ അമ്പലത്തിൽ ഞാൻ പൈസ ചോദിക്കും, 10 പൈസ 25 പൈസയൊക്കെയാണ് ചോദിക്കുന്നത്. എന്നാലും ചോദിക്കുമ്പോൾ പുള്ളി പറയുന്ന ഒരു ഡയലോഗുണ്ട്, ദൈവത്തിന് പൈസയുടെ ആവശ്യമില്ല, നമുക്ക് കാശിൻ്റെ ആവശ്യമെന്ന് പറയുന്നതിന് മുമ്പ് പുള്ളി ഇത് പറഞ്ഞിട്ടേ ആ 25 പൈസയാണല്ലോ നമുക്ക് തരുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു കാര്യം കൂടെ പറയും, ഈ പറഞ്ഞ പോലെ പരീക്ഷയാകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ 12 ദിവസം കുളിച്ചൊഴിയില്ല, 13 ദിവസം കുളിച്ചൊഴിയില്ല, അങ്ങനെയുള്ള ചില ചടങ്ങുകളൊക്കെ അന്നത്തെ കാലത്ത് ചെറുപ്പത്തിലുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ചോദിക്കും, നീ എങ്ങനെ ചെന്ന് അമ്പലത്തിൻ്റെ നടയെന്ന് പ്രാർത്ഥിക്കുന്നത്, പെതുക്കെയല്ലേ ഈശ്വര ഭഗവതി എനിക്ക് നല്ല മാർക്ക് കിട്ടണേന്ന് പെതുക്കെയല്ലേ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അതെ അച്ചാച്ചാ പെതുക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. നീ ഒന്ന് ഉറക്കെ പ്രാർത്ഥിച്ചു നോക്ക്, ഭഗവതി എനിക്ക് നല്ല മാർക്ക് തരണേന്ന് ഉറക്കെ പ്രാർത്ഥിച്ചു നോക്ക്. അപ്പോൾ ഭഗവതി അവിടെ ഇരുന്ന് ഉറക്കെ പറയും, നല്ലപോലെ പഠിക്കുമോളെ, അപ്പം നിനക്ക് നല്ല മാർക്ക് കിട്ടും എന്ന് പറഞ്ഞ് ചാച്ച ഇങ്ങനെ അമ്പലത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോകുമ്പോൾ പുള്ളി അങ്ങനെ ഒരു ചില തമാശകളൊക്കെ പറയുമായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ അമ്പലത്തിൽ പോകും, പ്രാർത്ഥിക്കും. അതൊരു വിശ്വാസമല്ലേ, അതൊരു ധൈര്യമാണ് അല്ലേ. ദൈവം ഉണ്ടെന്നോ ഇല്ലെന്നോ ആരും ഇതുവരെ തെളിയിക്കപ്പെട്ടില്ല. ഇല്ലെന്ന് പറയുന്നവർക്കും അത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല, ഉണ്ടെന്ന് പറയുന്നവർക്കും തെളിയിച്ചു. പക്ഷേ ചില സമയം നമ്മൾ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കും, ചിലപ്പോൾ നമുക്കത് ഇല്ലെന്ന് വിശ്വസിക്കും. പക്ഷേ എന്തിലെങ്കിലും ഒരു വിശ്വാസമുള്ളത് നല്ലതാണെന്ന് തന്നെയാണ് അല്ലേ. അല്ലെങ്കിൽ ദൈവഭയം ഉണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസിയാണ് ഞാനും. അല്ലാതെ അമിതമായ ഒരു വിശ്വാസമൊന്നുമുള്ള ആ കൂട്ടത്തിലല്ല ഞാൻ. ഈ നൊയമ്പ് തോറ്റ് കാര്യം സാധിക്കുമെന്ന് വിചാരിക്കുന്നതോ അല്ലെങ്കിൽ ഇന്ന വഴിപാട് കഴിച്ചാൽ ഒരു കാര്യം സാധിക്കും എന്ന് വിചാരിക്കുന്നതൊന്നുമല്ല. പക്ഷേ നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് ഭഗവാൻ അർപ്പിക്കുക എന്നുള്ള ചിന്താഗതിക്കാരിയാണ് ഞാൻ. അത് ഇന്നും എന്നും എപ്പോഴും അങ്ങനെയാണ്. ഞാൻ തൊഴിൽ ചെയ്തുണ്ടാക്കുന്നതിൻ്റെ ഒരു പങ്ക് അത് ഈശ്വരന് നൽകുക എന്നുള്ള വിശ്വാസത്തിൽ മാത്രമാണ് ഞാൻ കഴിഞ്ഞുകൂടുന്നത്. അപ്പോൾ ഇങ്ങനെ അന്ധമായിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ വിശ്വസിച്ച് പോകുമ്പം നമ്മൾ ചില അബദ്ധങ്ങളിൽ ചെന്ന് ചാടും എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ ദൈവത്തെ നിന്ദിച്ചതോ അല്ലെങ്കിൽ മറ്റൊന്നും പറഞ്ഞതല്ല. ഞാൻ ഒരു കാര്യവും ആരെയും അങ്ങനെക്കുറിച്ച് പറയാറില്ല. ഇന്നലെ ചിലർ മുസ്ലിംസ് വന്ന് എന്നെ ചീത്ത വിളിച്ചു. ഞാനൊരു മുസ്ലിമിനെയും ചീത്ത വിളിക്കത്തില്ല. കാരണം എനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വായ്പൂര് ഈ പറഞ്ഞ പോലെ ചന്ദനക്കുടത്തിൻ്റെ കൊടി തയ്ച്ചു കൊടുക്കുന്ന ഞാനാണ്. എനിക്ക് അവരെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ചില മനുഷ്യരുണ്ട് അങ്ങനെ, ചില മനുഷ്യർ, അത് ക്രിസ്ത്യൻസിലും മുസ്ലിംസും ഹിന്ദുസിലും എല്ലാം ഉണ്ട്. ഹിന്ദുക്കളുടെ കൂട്ടത്തിലുമുണ്ട് ഞാൻ വിളക്ക് കത്തിക്കത്തില്ല എന്ന് പറയുന്നത്. വിളക്ക് കത്തിക്കാത്ത എത്രയോ വീടുകളുണ്ട്. അവരെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഇന്നൊരു മതസ്ഥരെ ഒന്നും ഉദ്ദേശിച്ചല്ല. ഞാൻ ആരെയും അങ്ങനെ അധിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അന്ധമായ വിശ്വാസം പല അബദ്ധങ്ങളിലും പല ആപത്തിലും ചെന്ന് ചാടും എന്നുള്ള. ഇപ്പം ഓർക്കുന്നില്ലേ, പലരും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇലന്തൂർ കുരുതിയും ഒക്കെ ഓർക്കുന്നില്ലേ. അപ്പോൾ അതൊക്കെ അന്ധമായ വിശ്വാസമാണ്. അല്ലെ, ഒരാളെ ബലി കൊടുത്താലായിട്ട് ഇന്ന കാര്യം സാധിക്കും. പക്ഷേ അവരുടെ അവസ്ഥ എന്താണ്? അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും വിശ്വാസം നല്ലതാണ്, എന്തിലെങ്കിലുമൊക്കെ വിശ്വസിക്കുന്നത് നല്ലതാണ്. ഒന്നിലുമില്ലാത്ത ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല എന്ന് പറയുന്ന പോലെ എന്തിലെങ്കിലും ഒന്ന് വിശ്വസിക്കണ്ടേ നമ്മൾ, അല്ലേ.
അറ്റ്ലീസ്റ്റ് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നെങ്കിലും വിശ്വസിക്കണ്ടേ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക, പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഇതുപോലെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സന്തോഷം, നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ. കാരണം 10,000 12,000 പേര് പെട്ടെന്നാണ് എനിക്ക് ഫോളോവേഴ്സ് ആവുന്നത്. അതെൻ്റെ ഞാൻ എൻ്റെ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് ഞാൻ സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്, അല്ലാതെ ഒന്നും പൊലിപ്പിച്ച് പറയുന്നൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നു, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ സന്തോഷം, എല്ലാവർക്കും സന്തോഷം, സന്തോഷമായിട്ടിരിക്കട്ടെ. അപ്പം നന്ദി, നമസ്കാരം.